ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. സ്വാഗതം പറഞ്ഞപ്പോഴേ മൊബൈൽ താഴെ വീണു. മൊബൈൽ ഞാൻ ഇങ്ങനെ ചാരിയൊക്കെയ കൂട്ടുകാരെ ഇരിക്കത്തില്ല കേട്ടോ. അടങ്ങിയിരുന്നോണോ അവിടെ? ഒറ്റ മിനിറ്റ്. ഞാൻ ഇച്ചിരി ശകലം മീനിൻ്റെ തല ഇവിടെ ഇരിക്കുന്നു കേട്ടോ. അത് കറി വയ്ക്കാൻ പോവുക. അത് ഉപ്പിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് തലക്കറിയാണ്. തലക്കറിയും വെച്ച് മോര് ശകലമുണ്ട്, അതും കാച്ചി. നമുക്ക് ഓമയ്ക്ക പോലും മുരിങ്ങയില ഉണ്ട്, അതും പയറും കൂടി ഇട്ട് തോരനും വെച്ച് ഉച്ചയ്ക്ക് കുശാലായിട്ട് കഴിക്കാം. കണ്ടോ, സംഭവം ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ഇവനെ അങ്ങോട്ട് മുളക് കറി വയ്ക്കാം. അത് കഴിഞ്ഞ് ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് നാളത്തേക്കാണ്. നാളെ വെള്ളിയാഴ്ചയല്ലേ, അപ്പം നാളെ എനിക്ക് ഡ്യൂട്ടിയില്ല ഇവിടെ. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നാളത്തേക്ക് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് തലക്കറി വെക്കാം. പിന്നെ പുളി വെള്ളത്തിൽ ഇട്ടു. ചൂടുവെള്ളത്തിൽ പുളി നല്ല കട്ടിയായിട്ടിരിക്കുക കേട്ടോ. അപ്പം മീനിൻ്റെ തല കഴുകി റെഡിയാക്കി കൊണ്ട് വെച്ചു. പിന്നെന്താ പറയുക, പച്ചമുളകും ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാഞ്ഞത്. അത് നമുക്ക് പേസ്റ്റ് ഇടാം. ഇതേ കണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. അപ്പം നമുക്ക് നമ്മുടെ പാനിൽ മീൻചട്ടി ഉണ്ട്, മൺചട്ടി ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. പിന്നെ സുപ്രു ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ നാട്ടിൽ വരുമ്പോഴേ ഞങ്ങൾ എത്ര മേടിച്ചാലും അത് നന്നാവത്തില്ല. എന്താണെന്നറിയോ? അതെന്തുവാന്ന് ചോദിക്കൂ, പറയാം. പിന്നെ സുപ്രിയ വീഡിയോ എടുക്കുന്ന ഉടനെ ഇടുന്ന നൈറ്റിയൊക്കെ ഉണ്ടല്ലോ, നല്ല സൂപ്പർ നൈറ്റിയാണ് സുപ്രു. ഞാനൊരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടേ, നോക്കണം. പിന്നെ സുപ്രിയയുടെ ഒരു വീഡിയോയ്ക്ക് അടിപൊളി നൈറ്റിയാണ്. ഇത് ഏത് കടയിൽ നിന്നാണ് വാങ്ങുന്നത്? ആ കടയൊന്ന് കാണിച്ച് പറഞ്ഞു തരുമോ? അവിടുന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാനാണ്. ഞങ്ങൾ കൂതറ നൈറ്റിയാണ്. ഞങ്ങൾ നല്ല 200 ആ നൈറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു 400 രൂപ കേടി. 400 കേടി പോലെ 400 രൂപയൊക്കെ ആയിരിക്കും അല്ലേ? ഞങ്ങൾ 200, 250, 300 രൂപയുടെ നൈറ്റിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൂതറ നൈറ്റി, കൊള്ളത്തേ ഇല്ല, പന്ന നൈറ്റി. സൂപ്പർ ഇട്ട് വീഡിയോ എടുക്കുന്ന നൈറ്റിയെല്ലാം നല്ല സൂപ്പർ നൈറ്റിയാണ് കേട്ടോ. അതേത് കടയിൽ നിന്നാണ് വാങ്ങുന്നതിനും കൂടെ ഒന്ന് പറയണേ, നാട്ടിൽ വരുമ്പോൾ വാങ്ങിക്കാൻ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നൈറ്റിക്ക് ഭയങ്കര വിലയുവാ. പന്ന നൈറ്റിയില്ല, കൊള്ളത്തില്ല. നാട്ടിൽ വരുന്നവരോടൊക്കെ പറയും നൈറ്റി വാങ്ങിച്ചുകൊണ്ട് വരണേന്ന്. ഈയിടയ്ക്കൊന്നും ആരും പോകില്ല. ഇനിയിപ്പം 5-6 മാസം കൂടെ കഴിയുമ്പോൾ നാട്ടിൽ വരണം എന്ന് വിചാരിച്ചിരിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ
വരും. അപ്പം മേടിക്കണമെന്നും പറഞ്ഞിരിക്കുക. എനിക്ക് ഒറ്റപ്പാലം അത് എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അടുത്തെങ്ങാനും ആയിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഷെജി ചേച്ചിയുടെ ടൈലർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചേനെ നൈറ്റി. അപ്പം ചേച്ചിക്ക് ഒരു ഇതാവും. പക്ഷെ അടുത്തെങ്ങും അല്ല, ദൂരഭാഗം. ഒറ്റപ്പാലം എന്നാണ് ചേച്ചി പറഞ്ഞേ. ഒറ്റപ്പാലത്തല്ലേ ചേച്ചി? അല്ലേ ചേച്ചി? ആണോ തോന്നുന്നു, ഒറ്റപ്പാലം. അത് സ്ഥലം എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇടയ്ക്ക് ട്രെയിനും ഒക്കെ കാണിക്കുന്ന കാണാം. ട്രെയിൻ പാളത്തിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നതൊക്കെ കാണാം ചേച്ചിയുടെ വീഡിയോയിൽ. അതെവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അറിഞ്ഞിരുന്നെങ്കിലെന്നല്ല, അടുത്തായിരുന്നെന്നുണ്ടെങ്കിൽ ചേച്ചി ഉറപ്പായിട്ടും ഞാൻ വന്നേനെ. ചേച്ചിയുടെ കടയിൽ നിന്ന് ഞാൻ ടോപ്പാണേലും വാങ്ങിച്ചത്. ഇവിടെ ആണെങ്കിൽ ടോപ്പിനൊക്കെ ഭയങ്കര വിലയാണ്, നല്ലതൊന്നും കിട്ടത്തുമില്ല. നാട്ടിൽ നിന്ന് എൻ്റെ അനിയത്തിയാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നപ്പോഴും അവിടുന്ന് കൊണ്ടുവരുമായിരുന്നു ടോപ്പ്. അപ്പോൾ അടുത്തായിരുന്നു, ഉറപ്പായിട്ടും ഞാൻ ചേച്ചിയുടെ കടയിൽ വന്ന് വാങ്ങിച്ചതിനും ചേച്ചി നൈറ്റിയും പിന്നെ ടോപ്പും. പക്ഷെ എന്ത് ചെയ്യാൻ, അടുത്തല്ലല്ലോ. മീൻ നമുക്ക് പൊടി ഇടാം, പൊടി പൊടി കുറച്ച് മതി. ഇവിടെ എരിവ് കുറയ്ക്കുന്നതിൻ്റെ അല്ല തല ഇച്ചിരി ഉള്ളൂ. ഒരു മീനിൻ്റെ തലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ഞപ്പൊടി ഇടുവാണേ. ചിലർ പറയുന്നുണ്ട് പിന്നെ പാത്രത്തിനകം കാണുന്നില്ലെന്ന്. പാത്രത്തിനകം കാണുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ. മല്ലിപ്പൊടിയാണേ. ഞാൻ മീൻകറി വെക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇടും. ചിലരിടത്തില്ല, കളിക്കുമെന്നും പറഞ്ഞിട്ട്. ഒരുപാട് ഒരു ദിവസം 2 ദിവസം ഒന്നും വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടെ ഭയങ്കര ചൂടാകട്ടോ. അപ്പം മല്ലിപ്പൊടി ഇടാതെ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒരു നേരം കൂട്ടി കഴിഞ്ഞ് ബാക്കിയുള്ളത് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ചൂടായതുകൊണ്ട് ഇവിടെ പുറത്തിരുന്നാൽ നല്ല പിന്നെ എടുത്ത് കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഉലുവാപ്പൊടിയും ഇട്ടു, കറിവേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ചുമന്നുള്ളി ഇട്ടു. തലക്കറിക്കാണേ. മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു. അപ്പം ഞാനെല്ലാം പറഞ്ഞു തന്നല്ലോ. ഞാൻ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് എന്താണെന്നറിയാമോ, ഇവിടെ മുളക് ഒരുപാട് മൂപ്പിക്കുന്നത് ഇഷ്ടമല്ല. കടുവറുത്ത് ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഈ മീൻ പറ്റി വരുമ്പോഴേ ഒരു കറുത്ത കളറാവത്തില്ലേ, അതാണ് പക്ഷെ നല്ലത്. പക്ഷെ ഇവിടെ അതിഷ്ടമല്ല, ചുമന്നിരിക്കണം. ഉപ്പ് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് പുളി എടുത്തുകൊണ്ട് വരട്ടെ. പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്ക്. അപ്പോൾ കൂട്ടുകാരെ, ഉപ്പിട്ടു, പുളി ഇട്ടു. അപ്പോൾ ഇതിനെന്തൊക്കെ ഇട്ടേന്ന് മനസ്സിലായല്ലോ. ഇത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയിട്ട് വഴറ്റി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയിട്ട് ചൂടാക്കി വെള്ളം ഒഴിച്ചു. ഇത് ഗൾഫിലുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുക. പിന്നെ തക്കാളി ഇട്ട് വെക്കുന്നവരുണ്ട്. ഞാൻ തക്കാളിയൊന്നും വെച്ചിട്ടില്ല, തക്കാളിയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളകും കൂടെ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി ഓപ്ഷൻ അല്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ പുളി ഇട്ട് ഉപ്പും ഇട്ട് മീനും പറക്കി ഇടുക. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വെന്ത് കഴിയുന്ന ഉടനെ വാങ്ങി ഞമ്മന്ന് പിന്നെ ഓക്കെ. ഇപ്പോൾ കാണുന്നവർ വിചാരിക്കും ഈ പെണ്ണുപിള്ളക്ക് വട്ടാന്ന്. വട്ടൊന്നുമല്ല, ഉള്ള സത്യം പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് തലയിട്ട് കൊടുക്കാം. ഇത് എന്തിൻ്റെ തല, എനിക്ക് തോന്നുന്നു എന്തിൻ്റെ തലയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. മീനിൻ്റെ തലയാ, ഏത് മീനിൻ്റെയാണെന്ന് അറിയത്തില്ല. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ 2 ചൂര കഷ്ണമുണ്ട്. ഇന്നലെ ഞാൻ ചൂര പിന്നെ വറുത്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വലിയ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചതാണ് ഈ തലയുടെ കൂട്ടിട്ട് കറി വയ്ക്കാൻ. അപ്പം
അപ്പോൾ തല അടുപ്പയിലായി. ആരുടെ തലയാണെന്നിപ്പോൾ ചോദിക്കും. മീനിൻ്റെ തലയാണ്. ഏത് മീനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം അയിലപ്പാരയാണോ എന്നൊരു സംശയം. അപ്പം നമുക്കിതിനെ അടച്ച് വയ്ക്കാം, അതിരുന്ന് വേവട്ടെ. അതുപോലെ കൂട്ടുകാരെ, നമ്മുടെ പ്രവാസികളായ കുറേ ചേട്ടന്മാരും, ബാച്ചിലേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, കുറേ പ്രായമായ ചേട്ടന്മാരും പിന്നെ കുറേ മക്കളുമാരും ഒക്കെ ഉണ്ടല്ലോ പ്രവാസികളായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എളുപ്പത്തിലൊരു തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ, മിക്സിയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഓമയ്ക്ക പോലും, ഓമയ്ക്കല്ല, മുരിങ്ങയില തോരൻ വയ്ക്കാൻ, ഏത് ഇലത്തോരനാണേലും തോരൻ വയ്ക്കാനെ കൊണ്ട് മുരിങ്ങയില കഴുകിയെല്ലാം റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ സാധാരണ മുരിങ്ങയില തോരൻ വെക്കുന്നത് നമ്മൾ ചതച്ചല്ലേ, തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ചതച്ചല്ലേ നമ്മൾ വെക്കുന്നത്. പക്ഷേ ഇത് മിക്സിക്കകത്തിട്ട് ചതയ്ക്കുകയും വേണ്ട. നമ്മുടെ ഗൾഫിലെ പ്രവാസികൾക്ക് അരകല്ലൊന്നും ഇല്ലല്ലോ, അപ്പം നമ്മൾ മിക്സിക്കകത്തല്ലേ ഉപയോഗിക്കുന്നത്. മിക്സി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ചോറ് കഴിക്കാൻ കൊണ്ട്, ചപ്പാത്തിക്കാണേലും നല്ലതായി മുരിങ്ങയില തോരൻ കേട്ടോ. അപ്പം പെട്ടെന്ന് നമുക്ക് മുരിങ്ങയില കഴുകി റെഡിയാക്കിയിട്ട് സവോള ആണെങ്കിലും ചെറിയുള്ളി ആണെങ്കിലും പ്രശ്നമില്ല, രണ്ടും നല്ലതാണ്. അരിഞ്ഞിട്ട് പച്ചമുളകും അരിഞ്ഞ് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കടു വറുത്ത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി ഉപ്പും ഇട്ട് മുരിങ്ങയില ഇട്ട് തേങ്ങ ഇതിൻ്റെ കൂടെ ഇട്ടാൽ മതി. ഓക്കെ, ഇട്ട് പിന്നെ അടച്ച് വയ്ക്കുക. വേഗം ഉടനെ എടുത്ത് കഴിക്കുക. പിന്നെ പയർ ഇടണമെന്ന് ഇപ്പം എൻ്റെ കൈ പൊള്ളിയനും കേട്ടോ. പയറിടണമെന്നുണ്ടെങ്കിൽ അടുപ്പിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് പയർ വേവിച്ച് കൊണ്ട് വെച്ചതാണ്. അതിൻ്റെ ഈ സൈഡ് പൊള്ളി, എൻ്റെ കൈ പൊള്ളിയെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ പയറും ഇട്ട് നമുക്ക് വയ്ക്കാം. വൻപയറാണേലും ചെറുപയറാണേലും, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചെറുപയറാണ്. പയറും കൂടി ഇട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് മുട്ട വേണമെങ്കിൽ ഈ പയറൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് മുരിങ്ങയില വെന്ത് കഴിയുമ്പോൾ പൊട്ടിച്ചൊഴിച്ച് ഇളക്കി തോരൻ, മുട്ട തന്നെ തോരൻ വയ്ക്കത്തില്ലേ, അതേപോലെ ഇതിൻ്റെ മുരിങ്ങയില വെന്ത് കഴിയുമ്പോൾ ഇളക്കിയെടുക്കാം. അതും നല്ല. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കും. ഓക്കെ, അത് പ്രവാസി കുറേ മക്കളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുറേ മക്കളുമാർ ഉണ്ടല്ലോ, ചെറിയ പിള്ളേരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പ്രവാസികളായിട്ട്, ബാച്ചിലേഴ്സ് ഇഷ്ടത്തിനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് മിക്സി ഇല്ലാത്തവരെ ഇങ്ങനെ പെട്ടെന്ന് നമുക്കൊരു തോരൻ വെക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മുരിങ്ങയില തോരന് കടി ഇട്ട് കൊടുക്കാം. രണ്ട് മണി ജീരകവും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഉള്ളിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, സവോള. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നടക്കും. മഞ്ഞപ്പൊടി ഇടാം. കൂട്ടത്തിൽ നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ തണുത്തിരിക്കുവായതുകൊണ്ട് തേങ്ങയും കൂടെ ഒന്ന് ഡ്രൈ ചെയ്യാം. ഇനി നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അതെ, ഞാൻ കഴുകി വാരി തോർത്താൻ വെച്ചിരിക്കുമായിരുന്നു മുരിങ്ങയില. ഈ മുരിങ്ങയിലയുടെ കൂടെ ഞാൻ പയറിട്ടത് എന്തിനാണെന്നറിയാമോ? മുരിങ്ങയില വാടി കഴിയുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇച്ചിരി പയറും കൂടി ഇടാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നേരം കൂട്ടാനുള്ളതുകൊണ്ട് അതിനാണ് ഞാൻ പയറും കൂടെ ഇടുന്നത്. ഇല്ലെങ്കിൽ പയറില്ലെങ്കിൽ നമുക്ക് മുട്ട ഇടാം, മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിപ്പോൾ ഇത്ര ഉണ്ടായിരുന്നേ, വാടി കഴിയുമ്പോൾ ഒട്ടും കാണത്തില്ല. അപ്പം നമ്മുടെ ഓമയ്ക്കയും പയറും റെഡിയായി.
കണ്ടോ? നമ്മുടെ ഓമയ്ക്കയും പയറും റെഡി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പ്രവാസികളായ എല്ലാ മക്കളുമാർക്കും, എല്ലാ ചേട്ടന്മാർക്കും, എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. പ്രവാസികളായ എൻ്റെ മക്കളുമാർ ഇത് വെച്ച് ഈ തോരൻ വെച്ച് കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. പെട്ടെന്ന് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് അത്. എല്ലാവരും ഉണ്ടാക്കണം. മിക്സിയൊന്നും ഇല്ലാത്തവർ തേങ്ങ മിക്സിക്കകത്ത് ചതയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ തേങ്ങ ചതയ്ക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ വെറുതെ ഇങ്ങനെ ഇട്ടാൽ മതി. വെളുത്തുള്ളി അരിഞ്ഞ് പച്ചമുളകും ഉള്ളിയെല്ലാം കൂടെ അരിഞ്ഞ് വഴറ്റി മുരിങ്ങയില ഇട്ട് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ, പ്രവാസികളായ എല്ലാ മക്കളും ഇങ്ങനെ ട്രൈ ചെയ്യണം. വെച്ച് കഴിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്.